ഇന്നലെ ഒരു പ്രോഫറ്റ് 2 രാജാക്കന്മാർ 25-27 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. അതിങ്ങനെയാണ്: യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 27-ാം തീയതി ബാബേൽ രാജാവായ എവിൽ മൊരാദക്, നല്ല പേരാ, മെരാദക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീമിനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഇന്നലെ ആ പ്രോഫറ്റ് പറഞ്ഞത്, ബന്ധിക്കപ്പെട്ട ബന്ധനാവസ്ഥയിൽ നിന്ന് 12 എന്നുള്ള സംഖ്യ ഓർത്തേക്കണം. അത് ഏത് വലിയ ബന്ധനത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു സീസൺ ആയിരിക്കും എന്ന് അദ്ദേഹം ഇന്നലെ രാത്രി 12 മണിക്ക് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. അതായത് എത്ര ബന്ധനത്തിൽ കിടന്നാലും, ഒരിക്കലും പുറത്തു വരില്ലെന്ന് വിചാരിച്ചു കിടന്നാലും പുറത്തു വന്നിരിക്കും. ബന്ധിക്കപ്പെട്ട ചിലർ ആമേൻ പുറത്തു വരുന്ന ഒരു സീസണാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ഹല്ലേലൂയ. ഈ ഭാഗം ഇവിടെ വായിക്കുവാൻ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. അടുത്ത വാക്യം, അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോട് കൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അതായത് ബന്ധിക്കപ്പെട്ട് കിടന്ന വ്യക്തിയെ രാജാക്കന്മാരിൽ പ്രധാനമായ ഒരു രാജാവിന്റെ സ്ഥാനത്തേക്ക് ആമയെ കൊണ്ടുവന്നു. ഇതെല്ലാം നടക്കുന്ന ഒരു സീസൺ ആയിരിക്കും പ്രൈസ് ജനറേഷനിൽ സംഭവിക്കുന്നത്. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത പലർക്കും ആർക്കും ലഭിക്കാത്ത ചില ഉയർന്ന സിംഹാസനങ്ങൾ പോലെയുള്ള ചില ഉയർച്ചകളിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അത് എന്നോടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്, എനിക്കാണെന്ന് ഞാൻ അതിനെ പറയുന്നു. ശബ കൈകളടിച്ചുകൊണ്ട് ആർക്കും ലഭിക്കാത്ത ഒരു പുതിയ സിംഹാസനം, ആർക്കും ലഭിക്കാത്ത ചില പുതിയ പദവികളിലേക്ക് പലരെയും ദൈവം പിടിച്ചിരുത്താൻ പോവുകയാണ്. അതാർക്കും നിരസിക്കാൻ കഴിയില്ല, അതാർക്കും തടയുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു 28-ൽ, അവനോട് ആദരവായി സംസാരിച്ചു. ഇന്ന് വരെ നിന്നോട് മര്യാദയായിട്ട് സംസാരിക്കാത്തവരുണ്ട്, ബഹുമാനിക്കാത്തവരുണ്ട്, ഒരു ബഹുമാനം കിട്ടാൻ കൊതിക്കുന്നവരുണ്ട്. നിന്നോട് മറ്റുള്ളവർ ബഹുമാനത്തോടെ ആദരവോടെ സംസാരിക്കുന്ന ഒരു സീസൺ നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. പരിഹസിച്ചവരും നിന്ദിച്ചവരും ഒറ്റപ്പെടുത്തിയവരും വെറുത്തവരും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സീസൺ ദൈവം നിന്റെ മുമ്പിൽ വെക്കുകയാണ്. നിന്റെ സീസൺ മാറുകയാണ്. എത്ര പേർ അതിനെ സ്വീകരിക്കും? നിന്റെ സീസൺ മാറുകയാണ്. ഇതൊരു ഷിഫ്റ്റ് നടക്കുന്ന സമയമാണ്. അടുത്തത് 29-ാം വാക്യം, അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി. അതായത് അവന്റെ വസ്ത്രം തന്നെ ജയിൽ വസ്ത്രമായിരുന്നു. വസ്ത്രം മാറ്റി, അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി. ദുഃഖത്തിന്റെ ബന്ധനത്തിന്റെ ഒരു സൈനായിരുന്നു അത് മാറി പകരം രാജവസ്ത്രത്തിലേക്ക് അവൻ കയറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യം രാജസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. രാജസന്നിധിയിൽ രാജാക്കന്മാരുടെ ഒപ്പം അവന്റെ ജീവിതം മാറി. ജയിൽ വസ്ത്രം മാറി, ജീവിത ശൈലി മാറി. പകരം സ്വതന്ത്രമായ ജീവിതകാലത്തിന്റെ അവസാനം വരെ രാജകീയമായ ഭോജനം. അതായത് നിന്റെ വസ്ത്രം മാറും, നിന്റെ ഭക്ഷണം മാറും, നിന്റെ ആരോഗ്യം മെച്ചമാകും, നിന്റെ സന്തോഷം പൂർണ്ണമാകും. ആമേ. നീ പ്രഭുക്കന്മാരോടുകൂടെ പന്തിക്കിരിക്കുന്ന രാജാക്കന്മാരോടുകൂടെ ഒരുമിച്ച് പന്തിക്കിരിക്കുന്ന ഒരു സീസൺ നിനക്ക് വേണ്ടി ദൈവം വെക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇത് ദർശനങ്ങൾ കണ്ടവർ ഇവിടെ ഇരിപ്പുണ്ട്, ഇത് സ്വപ്നങ്ങളിൽ കണ്ടവരുണ്ട്. അവർക്കിതിപ്പോൾ കണക്റ്റ് ആകും.
അയ്യോ, ഞാൻ കണ്ടതാണല്ലോ ഇപ്പോൾ പാസ്റ്റർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചതാണല്ലോ, ഇത് എന്നോട് ഇടപെട്ടതാണല്ലോ. അതെ, നിന്റെ വസ്ത്രം മാറും, നിന്റെ ആഹാരം മാറും, നിന്റെ പദവി മാറും, നിന്റെ മാന്യതകൾക്ക് ഒരു പുതുക്കമുണ്ടാകും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ 12ാം വാർഷികം മുതൽ ഈ പ്രവചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. 30ാമത്തെ വാക്യം കൂടി, അവൻ്റെ അഹോവൃത്തിയോ രാജാവ് അവന് അവൻ്റെ മരണ ദിവസം വരെ അവൻ്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതി ഓഹരി കൊടുത്തു പോന്നു. മരണം വരെ ഒരു കുറവുമില്ല. അവനെ പോറ്റുന്നത് രാജാവാണ്. അവൻ്റെ മരണ ദിവസം വരെ അവൻ ഒരു കുറവുമില്ല. രാജാവാണ് നോക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ, ഇവൻ്റെ കാര്യം എങ്ങനെയാണ്? രാജാവ് നേരിട്ട് നോക്കി കാര്യം ശ്രദ്ധിച്ച് അവൻ്റെ മരണ ദിവസം വരെ രാജാവായിരുന്നു അവൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്തത്. ഇതുപോലെ രാജാതി രാജാവ് നിന്റെ അവസാനത്തെ നിമിഷം വരെ നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അല്പസമയം കൈകളെ തട്ടിക്കൊണ്ട് ഈ പ്രവചന ദൂതിനെ നിങ്ങളതിനെ ഒന്ന് പിടിച്ചേ. നിന്റെ അവസാന നിമിഷം വരെ, നിന്റെ ശ്വാസം നിലയ്ക്കും വരെ നിനക്കിനി രാജകീയമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. മാന്യത, മാന്യതയുടെ വസ്ത്രം, മാന്യതയുടെ ഭക്ഷണം, മാന്യതയുടെ ജീവിത ശൈലി എല്ലാം ദൈവം തൻ്റെ മക്കൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഈ പ്രവചനം, ഈ വാക്യം ഇവിടെ ഇന്ന് വായിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. ഇതിവിടെ വായിച്ചപ്പോൾ തന്നെ ചിലരുടെ അകത്തത് കയറിക്കഴിഞ്ഞു, ചിലരതിനെ സ്വീകരിച്ചു കഴിഞ്ഞു, ചിലരിൽ ഇന്ന് മുതൽ അത് ആരംഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് താമ്രാട്ട് എന്നാണ്, എത്യോപ്യയിലുള്ള 14 ലക്ഷം പേര് കൂടുന്ന ഒരു വലിയ കൂടിവരവിൻ്റെ ശുശ്രൂഷകനാണ് താമ്രാട്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ താമ്രാട്ട് നടിച്ചാൽ ബെന്നിഹിൻ ഇൻ്റർവ്യൂ നടത്തുന്നതൊക്കെ കാണാം. അത്ര വലിയൊരു ദൈവദാസൻ, എത്യോപ്യക്കാരൻ. അദ്ദേഹം ഒരിക്കൽ എന്നോടൊരു ദൂത് പറഞ്ഞു. എന്നെ മുന്നോട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയാണ്. ഞാനും ഉണ്ട്, ജോയലും ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, ഞാൻ മിനിസ്ട്രി തുടങ്ങിയിട്ട് 12 വർഷമായി. എന്നിട്ട് എന്നെ ചൂണ്ടിയിട്ട്, നിങ്ങളോ? ഇപ്പം ഞാനിങ്ങനെ പകച്ചേക്കാണ്. എനിക്ക് എത്ര വർഷമായിരുന്നൊന്നും ഓർമ്മയില്ല, കാരണം ഈ മിനിസ്ട്രി ഇവിടെ തുടങ്ങിയിട്ട്. ഉടനെ ജോയൽ പറഞ്ഞു 12. എൻ്റെയും 12, നിങ്ങളുടെയും 12. എന്നിട്ട് പറഞ്ഞു 12 തുടങ്ങി ഒരു ഭയങ്കരമായ ഒരു ഉണർവ് നിങ്ങളുടെ ഇടയിൽ നടക്കാൻ പോവുകയാണ്. 12 മുതൽ ഒരു ചലനമുണ്ടാകാൻ പോവുകയാണ്. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു ഭയങ്കരമായ ഉണർവ്, അത് 14 ലക്ഷം പേര് കൂടി വരുന്ന വലിയ കൂടിവരവുകൾ നടത്തുന്ന ഒരു വലിയ പ്രോഫറ്റ് മുന്നോട്ട് വിളിച്ച് കൈവച്ച് ജോയലിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്റെ പേര് ജോയൽ, നീ യോവേൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയാകും എന്ന് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊക്കെ ഒരു വലിയ സുവർണ അവസരമായിരുന്നു. അപ്പോൾ ഈ സഭയെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് 12ാം മാസം മുതൽ അസാധാരണമായ കാര്യങ്ങൾ, അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച കാര്യം അത് നടന്നു, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയുമ്പോൾ നമ്മൾ അതിശയിക്കാൻ പോകുന്നത്. ആമേൻ. 45 ഉൽപ്പത്തി പുസ്തകം 45ന്റെ 26ാമത്തെ വാക്യത്തിൽ ഈ ജോസഫിന്റെ ചേട്ടന്മാര് മിസ്രൈമിൽ പോയിട്ട് തിരിച്ചു വന്ന് യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമാണ്. ജോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി.
അപ്പോൾ യാക്കോബ് സന്തോഷിച്ചെന്നല്ലേ, എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഉയർന്ന തലങ്ങളിൽ എത്തിയോ, സ്വോത്ര സ്വോത്ര സ്വോത്ര. അല്ല, യാക്കോബ് സ്തംഭിച്ചിരിക്കുന്നു. നിങ്ങൾ പലരും ഇരിക്കുന്ന പോലെ യാക്കോബ് സ്തംഭിച്ചു പോയി. അതായത് ഈ നെഗറ്റീവ് ജീവിതത്തിൽ കുറേ നാൾ നടന്നാൽ പിന്നെ ഒരു പോസിറ്റീവ് കേട്ടാൽ നമ്മൾ സ്തംഭിച്ചു പോകും. ഇതാണ് യാക്കോബിന് പറ്റിയത്. യാക്കോബിന്റെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഇങ്ങനെ നടന്ന് 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 ദൈവശബ്ദം കേൾക്കുന്ന, ദൂതന്മാർ കയറുന്ന ഇറങ്ങുന്ന കുറേ അനുഭവങ്ങൾ, ദൈവവുമായിട്ട് വലിയ ബന്ധമുള്ള, അനുഗ്രഹിച്ച പേര് വരെ മാറ്റി ദൈവത്തോട് മല്ല് പിടിച്ചയാളാ. എന്നിട്ട് പോലും യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ അവിശ്വസിച്ച് സ്തംഭിച്ചു പോയി. കാരണം വിശ്വാസത്തിന്റെ ഒരു കാര്യം കേട്ടപ്പോൾ, ഒരു വിടുതൽ കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് പറയാൻ കഴിയാത്ത നിലയിൽ യാക്കോബ് സ്തംഭിച്ചിരുന്നു എന്നാണ്. അവൻ സ്തംഭിച്ചു പോയി. അടുത്തത്, അവർ പറഞ്ഞത് വിശ്വസിച്ചില്ല. അവര് പറഞ്ഞത് എന്താണ്? ജോസഫ് ജീവനോടെ ഇരിക്കുന്നു, ജോസഫ് മരിച്ചുപോയി എന്ന് ഈ ചേട്ടന്മാര് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ജോസഫിനെ അവര് മിസ്രൈമെ കച്ചവടക്കാർക്ക് വിൽക്കുന്നതിന് മുമ്പ് ഈ സഹോദരന്മാരെ അവന്റെ വസ്ത്രം ഊരിയെടുത്തു. എന്നിട്ട് ഒരു ആടിനെ കൊന്നിട്ട് ആടിന്റെ ചോരക്കകത്ത് ഈ ഉടുപ്പ് മുക്കിയിട്ട് അപ്പന്റെ അടുത്ത് കൊണ്ടുവന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 37:31. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് ജോസഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. എന്നിട്ട് അപ്പനോട് ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം. 33-ാം വാക്യം, അവൻ അത് തിരിച്ചറിഞ്ഞു. എന്നിട്ട് യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ മകന്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, ജോസഫ് പറിച്ചു കീറിപ്പോയെന്ന് യാക്കോബിന്റെ വാ കൊണ്ട് പറഞ്ഞു. ചേട്ടന്മാര് പറഞ്ഞില്ല, അവന്മാര് ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അവർ ചോദിച്ചു, ഇത് നിങ്ങളുടെ അപ്പന്റെ ഇളയ മോൻ ജോസഫിന്റെ തന്നെയാണോ ഈ അങ്കി ഒന്ന് നോക്കിയേ? കാരണം രക്തത്തിൽ മുക്കിയാണ് അങ്ങോട്ട് കൊടുത്തത്. എന്റെ മോൻ മരിച്ചുപോയി, എന്റെ മോൻ പറിച്ചു കീറപ്പെട്ടു, ഇത് എന്റെ മോന്റെ അങ്കി തന്നെയാണ്. എന്നാൽ ജോസഫിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ജോസഫിനെ കുറിച്ചുള്ള ആലോചനകൾ ഈ അപ്പന് അറിയാവുന്നതാണ്. അത് നമുക്ക് കാണാം. ഉൽപ്പത്തിയും അതേ അധ്യായത്തിൽ തന്നെ 37-10 വാക്യം, ജോസഫ് ഒരു സ്വപ്നം പറഞ്ഞു, സൂര്യചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു, 11 നക്ഷത്രങ്ങൾ എന്നെ വീണ് നമസ്കരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആ 10-ാം വാക്യത്തിൽ അവനത് അപ്പനോട് സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കാൻ വരുമോ? അപ്പോൾ സ്വപ്നം എന്നുള്ളത് യാക്കോബിന് പുതിയ കാര്യമല്ല. യാക്കോബ് സ്വപ്നക്കാരനാണ്. വലിയ സ്വപ്നങ്ങൾ, സ്വർഗം തുറന്നിരിക്കുന്ന സ്വപ്നം കാണുന്ന യാക്കോബ്, ദൂതൻ സ്വപ്നത്തിൽ ഇറങ്ങി വന്ന് സമ്പന്നനാകാൻ സ്വപ്നത്തിൽ പഠിപ്പിച്ച യാക്കോബ്. അപ്പൊ സ്വപ്നങ്ങളിലൂടെ ഉയർന്ന യാക്കോബിനെ ഒരു സ്വപ്നം കേട്ടാ മനസ്സിലാകില്ലേ? ഇതാണ് പിശാച്. പിശാച് പലപ്പോഴും ദൈവകൃപയുള്ളവനെ പോലും മറിച്ചു കളയും. എന്നാൽ അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, യാക്കോബ് അത് ഹൃദയത്തിൽ വെച്ചു. അവൻ ആലോചിച്ചു, ഇത് ശരിയായിരിക്കും, ഒരുപക്ഷെ നേരാണെങ്കിലോ. അവനത് ഉള്ളിൽ വെച്ചു. എന്നാൽ പറഞ്ഞത് ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? അതായത് ഈ ജോസഫ് വന്ന് അപ്പനോടൊരു സ്വപ്നം പറഞ്ഞപ്പോൾ പറയണം, മറ്റുള്ള മക്കളോടും യാക്കോബ് പറയണമായിരുന്നു, മക്കളെ, എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിയത് ദൈവം സ്വപ്നങ്ങളിൽ നാളുകളെ കാണിച്ചു തന്നു.
അങ്ങനെയാണ് ഞാൻ ഈ അനുഗ്രഹത്തിലെത്തിയത്. ഇതുപോലെ തന്നെ ഈ ജോസഫിന്റെ സ്വപ്നവും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ദൈവമാണത് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കളെ, നിങ്ങളുടെ അനിയന് അങ്ങനെ ഒരു ഉയർച്ചയുണ്ടായാൽ ആ ഉയർച്ച നിങ്ങൾക്കും ഉയർച്ചയല്ലേ? വാസ്തവത്തിൽ ജോസഫിനുണ്ടായ ഉയർച്ചയല്ലേ ഈ സഹോദരന്മാർക്കെല്ലാം മരിക്കാതെ ഗോശാൻ ദേശത്ത്, ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലത്ത്, മിസ്രൈമിലെ, ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലത്ത് പോയി പാർത്തു വർദ്ധിക്കാൻ ഇടയായത് ജോസഫ് ഉയർന്നപ്പോഴാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉയർന്നു വന്നാൽ അത് നമ്മുടെ കൂടെ ഉയർച്ചയാണെന്ന് അതിനെ കാണാനുള്ള ഒരു കണ്ണ് നമുക്ക് വേണം. എത്ര പേർ കൈകൾ അടിച്ചതിനെ ഒന്ന് സ്വീകരിക്കും? അതായത് ജോസഫിന്റെ സഹോദരന്മാർ അവനോട് അസൂയപ്പെട്ടെന്ന്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉയർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ ഞാനതിന് അസൂയപ്പെടണം? എനിക്ക് പറയാം, ഞങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് വന്നതാണ്. മാത്രമല്ല, ഇടക്കൊക്കെ അദ്ദേഹം പാർലമെന്റിൽ പറയില്ലേ ഞങ്ങളുടെ പാസ്റ്റർ എന്ന്, എന്നെ പറയില്ല. ഞാനെന്തിന് അസൂയപ്പെടണം? നമുക്ക് ഗുണമല്ലേ? നമ്മുടെ ഈ വരുന്ന വഴിയിലുള്ള റോഡ് വരെ നന്നായി കിട്ടില്ലേ? ഒരു പ്രാവശ്യം ആ മെമ്പർ ഇവിടെ വന്നാ മതി. എന്തിനാ? സഭായോഗത്തിൽ പങ്കെടുക്കാൻ വന്നു. ഇവിടത്തെ ഒരു വിശ്വാസി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട്. ഞാൻ ഈ പറഞ്ഞ വാക്ക് നടന്നാലോ? ഒരാമയും പറഞ്ഞേ. അപ്പൊ ഈ വഴി മാത്രമല്ല, നാട് പോലും നന്നായി പോകും. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉയർന്നു വന്നാൽ നമ്മൾ എന്തിനു അസൂയപ്പെടണം? അതുകൊണ്ട് ഈ ചേട്ടന്മാർക്ക് പറയണം, ഞങ്ങളൊക്കെ എത്രയോ വർഷമായിട്ട് ഈ ഭൂമിയിലുള്ളതാണ്, ഇന്നലെ വന്നവൻ, അതാണ് അവരുടെ വിഷമം. എടാ, നീ ചെറിയവന്, ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ്. ഇന്നലെ വന്ന നീ ഉയർന്നു വരുന്നു, അത് സമ്മതിക്കില്ല. എന്നാൽ ഇവരാലോചിച്ചാൽ മതി. ജോസഫിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം, ആരുയർന്നാലും അസൂയപ്പെടരുത്. ജോസഫ് ഉയർന്നത് കൊണ്ടാണ് ഈ സഹോദരന്മാർക്കൊരു ഭാവി ഉണ്ടായത്. ജോസഫ് ഉയർന്നത് കൊണ്ടാണ് പിതാവിനൊരു ഭാവി ഉണ്ടായത്. ജോസഫ് ഉയർന്നപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി നിറവേറിയത്. ഇതുപോലെ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉയർച്ചകൾ ഈ സഭയുടെ ഉയർച്ചയാണ്, എല്ലാവരുടെ ഉയർച്ചയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച, നിങ്ങളുടെ ജോലിയുടെ ഉയർച്ച, നിങ്ങളുടെ ബിസിനസിന്റെ ഉയർച്ച ഈ സഭയുടെ ഉയർച്ചയാണ്. എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ അതിനകത്ത് ഇരിപ്പുണ്ട്. ഏറ്റവും ഉന്നതൻ, കുടുംബമായിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അതൊരു 7 നില കെട്ടിടത്തിലാണ് ആ ആരാധന. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നടക്കുന്നത്, 6ാം നിലയിൽ. അപ്പൊ ഈ ഉയർന്ന പോലീസ് ഓഫീസറിന്റെ കൊടിവെച്ച കാറ് അത് പാർക്കിങ്ങിലോട്ട് വന്ന് കയറി കിടപ്പുണ്ട്. അതുകൊണ്ട് ആ 7 നില കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ആ മീറ്റിങ്ങിന്റെ പുറയിൽ നിന്ന് ആരാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഒരാള് അതിനകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അതായത് ഒരു ഓഫീസർ അതിനകത്ത് വന്നപ്പോൾ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ പോലും അതിനകത്ത് ദൈവത്തെ ആരാധിക്കാനായിട്ട്, അതായത് ആ സഭയ്ക്ക് മൂല്യമുണ്ടായത് അതിനകത്ത് വരുന്ന ആൾക്കാർക്ക് മൂല്യമുണ്ടായപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മൂല്യമുള്ള ഭാവിയെ ദൈവം വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, കലാപരമായി എല്ലാ മേഖലകളിലും സഭയിലുള്ളവർക്ക് മാന്യതകളും പദവികളും ദൈവം വെച്ചിട്ടുണ്ട്. അതിനുള്ള സ്വപ്നം ജോസഫിനെ പോലെ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവരും എൻ്റെ അടുക്കൽ വരും. ജോസഫ് കണ്ട സ്വപ്നം അതാണ്. ജോസഫ് ഉണ്ടാക്കിയ സ്വപ്നമല്ല, ജോസഫിന് ദൈവം കൊടുത്ത സ്വപ്നം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്കൊരു വലിയൊരു ചിത്രം നാളെയെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ടോ? അതിൻ്റെ പേരാണ് സ്വപ്നം. വ്യക്തമായിട്ട് ദൈവം നിന്റെ അകത്തൊരു ബോധ്യം തരികയാണ്, എനിക്ക് ഒരു വലിയ സ്വപ്നം ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു സ്വപ്നവും ഇല്ലാത്തവരെ ദൈവത്തിന് പോലും അനുഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ നാളുകളെ കുറിച്ച് നമുക്കൊരു വലിയ സ്വപ്നമുണ്ടാകണം. ജോസഫിന് ആകെ ഉണ്ടായിരുന്നത് സ്വപ്നമാണ്. ഉള്ള ഉടുതുണി പോലും പോയി.
പക്ഷേ സ്വപ്നം മാത്രം പോയില്ല. ഉടുതുണി വരെയും ഊരിയെടുക്കാൻ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ടാകും. എന്നാൽ സ്വപ്നത്തെ, നീ കണ്ട സ്വപ്നത്തെ ആർക്കും ഊരി എടുക്കാൻ കഴിയില്ല. നീ കണ്ട ദർശനം, നിന്നോട് പറഞ്ഞ പ്രവചനം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ആർക്കും മാറ്റിവെക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നിന്നോട് ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും. അതാ എന്തെല്ലാം കാലതാമസം വന്നാലും അത് വരും, അത് നിശ്ചയം, അത് താമസിക്കില്ല. ഹബക്കൂക്ക് 2:2 മുതൽ വായിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള നിന്റെ ദർശനം എഴുതുക. അത് വായിക്കാൻ ഓടിച്ചു വായിക്കണം, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എഴുതണം. അത് വന്നിരിക്കും, അതിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് വരുന്നു. സമയം തെറ്റില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല. അത് വരും, നിശ്ചയം. അത് താമസിച്ചെന്ന് തോന്നുന്നതാണ്. ഇല്ല, ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരും, നിശ്ചയം, താമസിക്കില്ല. അത് വന്നിരിക്കും. കർത്താവ് നിനക്ക് തന്ന ആലോചന, സ്വപ്നം, ദർശനം, വെളിപ്പാട്, ദൈവാലോചന, നിന്നോടുള്ള ദൈവത്തിന്റെ പ്രവചനം, അത് അങ്ങനെ തന്നെ നടക്കും. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയണ, എൻ്റെ മകനെ തിമോത്തിയോസെ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ചില ആജ്ഞകൾ നിന്നെ ഏൽപ്പിക്കുന്നു. നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനമാണ് നടക്കാൻ പോകുന്നത്. അതല്ലാതെ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി നിനക്ക് വേണ്ടി ഇട്ടാൽ നിനക്ക് എനിക്കും തമ്മിൽ ആ വിഷയത്തിൽ ഒരു പൊരുത്തക്കേടുണ്ടാകും. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. 1 തിമോത്തി 1:18 നിങ്ങളൊന്ന് നോക്കിയേ. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനം. ദൈവത്തിന്റെ ആലോചനകൾ, പ്രവചനങ്ങൾ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എനിക്ക് കൈ കാണണം. എത്ര പേരുണ്ടോ? അത് നടക്കും. എത്ര സീസൺ കഴിഞ്ഞാലും നടക്കും, നടന്നിരിക്കും. അതങ്ങനെ തന്നെ. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനം പോലെ നടക്കും. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ട് ജോലി ചെയ്യുന്ന കാലത്ത്, ഒരിക്കൽ പാസ്റ്റർ M.A. വർഗീസ് ആത്മാവിൽ ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനക്ക്, അന്ന് പാസ്റ്ററും ജോലി ചെയ്യുന്ന കാലം 91, 2 ചാട്ടത്തിന് എൻ്റെ അടുത്ത് വന്നു. നടന്നല്ല വന്നത്, കത്തി നിൽക്കുന്ന സമയം. പാസ്റ്റർ വന്നിട്ട് എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, നീ ഒരു ശുശ്രൂഷകനാകും, നീ ഒരു പാസ്റ്ററാകും, നിന്നെ കേരളത്തിൽ ഒരു സംഘടന സഭ ഏൽപ്പിക്കും. അതിനുശേഷം നീ സ്വതന്ത്രമായി വിശ്വസ്തയോടെ മറ്റൊരിടത്തേക്ക് നീങ്ങി വളർന്ന് പന്തലിക്കും. അതാണ് ഈ കാണുന്നത്. അതെന്ന് 30-32 വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ പറഞ്ഞൊരു ദൂത്. അത് കേട്ടപ്പോൾ സാറാ ചിരിച്ചതുപോലെ ഞാൻ ചിരിച്ചു. കാരണം അവിടുത്തെ യൂത്ത് മീറ്റിങ്ങിൽ, അന്ന് യൂത്ത് മീറ്റിങ്ങിൻ്റെ സെക്രട്ടറി ഷാജി കെ ഡാനിയൽ, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്, അദ്ദേഹം പറഞ്ഞു, വരുന്ന ആഴ്ചയിൽ 5 മിനിറ്റ് പ്രബോധനം പ്രസംഗിക്കുന്നത് ജോഷി ബ്രദർ ആയിരിക്കും. പിന്നെ 6 മാസത്തേക്ക് യൂത്ത് മീറ്റിങ്ങിൽ പോയില്ല. കാരണം ഞാൻ പ്രസംഗിച്ചെങ്ങനെയുണ്ട് 5 മിനിറ്റ്. ഇപ്പം എൻ്റെ പ്രശ്നം, പ്രസംഗം നിർത്താൻ പറ്റുന്നില്ല. ആൾക്കാർക്ക് അതാണ് തലവേദന, ഇതെന്ന് നിർത്തി കിട്ടുമെന്നാണ്. അപ്പം ഇതാണ് കർത്താവ്. നമ്മൾ എന്ത് ഭയപ്പെട്ടുവോ അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. അതായത് നമ്മെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനം. ഞാനൊരു ശുശ്രൂഷകനാകണമെങ്കിൽ, എനിക്ക് പ്രസംഗം അറിയില്ലെങ്കിലും സമയമാകുമ്പോൾ എൻ്റെ വായിൽ പ്രസംഗം വരും. എൻ്റെ കുടുംബത്തിൽ ആരും പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ഞാൻ പ്രസംഗശാസ്ത്രം പഠിച്ചിട്ടില്ല. എന്നാൽ സമയമായപ്പോൾ
എന്നോടുള്ള പ്രവചനം അതിൻ്റെ ഓരോ ഫലങ്ങളും പുറത്തു വരാൻ തുടങ്ങി. നമ്മെക്കുറിച്ചൊരു പ്രോഫസി ഉണ്ടോ? സമയമാകുമ്പോൾ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്ത വൃക്ഷം പോലെ ആറ്ററമ്പത്ത് നിന്നാ മതി. തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ എല്ലാ പ്രവചനങ്ങളും അത് നടക്കും. പൗലോസ് പറയുകയാണ്, ആ പ്രവചനത്തിന് ഒത്തവണ്ണമാണ് ഞാൻ നിന്നെ കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ അഗബോസ് പോലെയുള്ള വലിയ പ്രവാചകന്മാർ ആ കാലത്തുണ്ട്. അപ്പൊ തിമോത്തിയോസിന്റെ തലയെ കൈവച്ച് അഗബോസും ഈ ബർണബാസും ശീലാസ് വലിയൊരു പ്രവാചകനാണ്, ഇവരെല്ലാം തലയെ കൈവച്ച് തിമോത്തിയോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തലയെ കൈവച്ച് ദൂത് പറയുമ്പോൾ പൗലോസ് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പൗലോസ് ഈ തിമോത്തിയോസിനെ സ്വന്തം ആത്മീക പൈതലായിട്ട് സ്വീകരിക്കുമ്പോൾ പൗലോസ് നോക്കുന്നത് ഇവന്റെ കഴിവെന്താണെന്നല്ല, ഇവന്റെ മിടുക്കെന്താണെന്നല്ല, ഇവന്റെ വല്യപ്പനാരാണെന്നല്ല, ഇവന്റെ വീടിന് എന്തെല്ലാം ആസ്തി ഉണ്ടെന്നല്ല നോക്കുന്നത്, ഇവനെക്കുറിച്ച് എന്തെല്ലാം പ്രവചനം കിടപ്പുണ്ട്. ആസ്തിയെല്ലാം മാറിപ്പോകും, ബന്ധങ്ങളെല്ലാം മാറിപ്പോകും, എന്നാൽ പ്രവചനത്തിന് മാറിപ്പോകാൻ കഴിയില്ല. അവനെക്കുറിച്ച് മുമ്പ് എന്തെല്ലാം പ്രവചനം കിടപ്പുണ്ടോ അതെല്ലാം എഴുന്നേറ്റ് വരും. സമയമാകുമ്പോൾ എഴുന്നേറ്റ് വരും. നിന്നെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം സമയമാകുമ്പോൾ അതിനെല്ലാം പുതിയ പുതിയ തൂവലുകൾ മുളച്ച് ആമേ കഴുകനെ പോലെ നിന്റെ ഭാവി ചിറകടിച്ച് കയറി വരും. ഇവിടെ പാസ്റ്റർമാർ വന്ന് ഓരോരുത്തരുടെ പേര് വിളിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന പലരെ കുറിച്ചുള്ള പ്രവചനം അറിയാം. കാരണം നിങ്ങളെ കുറിച്ചുള്ള പ്രവചനത്തിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളെ വീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് വിഷയമല്ല. നിങ്ങളുടെ വീട്ടിലെ കടക്കെണിയാണോ, നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യമാണോ, നിങ്ങൾക്ക് കേസിനകത്താണോ, ഭയങ്കര കേസാണോ, ഊരിപ്പോരാൻ കഴിയാത്ത കേസാണോ, പിന്നെ അടുത്തത് ഡോക്ടർമാർ കൈവിട്ടു, ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനെ കവച്ചു വെക്കുന്ന വേറൊന്ന് നിങ്ങളുടെ മേൽ വീണിട്ടുണ്ട്. ഒരു പ്രവചനം വീണ് കിടപ്പുണ്ട്. കൈകൾ അടിച്ചുകൊണ്ട് ഒരു പ്രവചനം കിടപ്പുണ്ട്. ഈ പ്രവചനം കിടക്കുന്ന കാലത്തോളം രോഗത്തിന് നിങ്ങളെ തൊടാൻ കഴിയില്ല, ജപ്തിക്ക് നിങ്ങളെ തൊടാൻ കഴിയില്ല, കടക്കണികൾക്ക് തൊടാൻ കഴിയില്ല. എത്ര നാറ്റ കേസിൽ നിന്നും നീ പുറത്തു വരും. കാരണം നിന്നെ കുറിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് മാത്രമേ നടക്കൂ. ദൈവം പണ്ട് പ്രസ്താവിച്ചത് അതുപോലെ നടക്കും. ഡിസംബർ മാസത്തിൽ നടക്കുമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡിസംബറിൽ തന്നെ നടക്കാനായിട്ട് നീ വിശ്വസിക്കണം. ഈ വർഷം തീരുന്നതിനുള്ളിൽ അത് നടക്കുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ. എന്നാൽ സങ്കടമെന്ന് പറയാം, യാക്കോബ് അങ്ങനെ ജോസഫിന്റെ സ്വപ്നത്തെ കണ്ടില്ല. എടാ, നിന്റെ അപ്പനും അമ്മയും പിന്നെ ഈ നിന്റെ ചേട്ടന്മാരൊക്കെ നിന്നെ നമസ്കരിക്കുമെന്നോ? ആ ഒരു നെഗറ്റീവ് വാക്കാണ് യാക്കോബിനെ ഇത്രയും വർഷം ദുഃഖിതനാക്കിയത്. ജോസഫ് വാസ്തവത്തിൽ ജോസഫിന്റെ അടുക്കിലേക്ക് ഈ അപ്പൻ ഈ അങ്കി ഈ സഹോദരങ്ങൾ ഈ യാക്കോബിന്റെ അടുക്കിലേക്ക് ഈ അങ്കി കൊണ്ടുവന്നിട്ട് ഇതാരുടെ അങ്കി എന്ന് നോക്കണം. അപ്പൊ യാക്കോബ് പറയണമായിരുന്നു, ഈ രക്തക്കറയുള്ള ഈ അങ്കി എന്റെ മോന്റെയാണ്, ജോസഫിന്റെയാണ്. എന്നാൽ അവന് മരിക്കാൻ പറ്റില്ല. കാരണം അവനെ കുറിച്ച് ദൈവത്തിന്റെ ഒരാലോചനയുണ്ട്. ദൈവത്തിന്റെ ആലോചനക്കെതിരെ ഒരു പിശാചിനും പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവം ഒരു പ്ലാൻ ആരെ കുറിച്ചെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലോക സ്ഥാപനത്തിന് മുന്നമേയാണ്. അവൻ ജനിക്കുന്നതിന് മുമ്പാണ്, അവൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പാണ് ദൈവം ഒരാളെ കുറിച്ച് പ്ലാൻ ഇടുന്നത്. അതാണ് ഇരമ്യ പ്രവചനത്തിൽ പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചു കഴിഞ്ഞു. അപ്പൊ നിയമനം നടന്നത് പണ്ടാണ്. പ്രവചനം വന്നപ്പോൾ
നമ്മൾ വരാതെ പ്രവചിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നമ്മൾ വരുന്നതിന് മുമ്പേ നിയമനം നടന്നു. നീ ആരായി തീരണമെന്നുള്ള നിയമനം നീ ജനിക്കുന്നതിന് മുന്നമേ ദൈവം ഇട്ട് കഴിഞ്ഞു. ജോസഫേ, നീ ജനിക്കും മുമ്പ്. എന്നാൽ ഇവിടെ ഇരിക്കുന്നവർ യാക്കോബിനേക്കാളൊക്കെ ജ്ഞാനമുള്ളവരാണ്. കാരണം എന്താണ്? നമുക്ക് ഉറപ്പാണ്. എന്താണ്? ജോസഫിന്റെ അങ്കിയാണെങ്കിൽ പോലും, രക്തം പുരണ്ട അങ്കിയാണെങ്കിൽ പോലും ജോസഫിന് മരിക്കാൻ കഴിയില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന യാക്കോബുമാർക്ക് പറയാൻ കഴിയും. കാരണം പ്രവചനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. സ്വർഗീയ സ്വപ്നങ്ങളെ മറിച്ചിടാൻ ആർക്കും കഴിയില്ല. നീ കണ്ടതും നീ കാത്തിരിക്കുന്നതും ഒന്നും വ്യർത്ഥമല്ലെന്ന് ഇന്ന് പകലിൽ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെതാണ് എന്ന് പറഞ്ഞ് എൻ്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. ജോസഫ് പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ ആർക്ക് കഴിയുന്നില്ല? ചില വിടുതലുകൾ കേൾക്കുമ്പോൾ സ്തുതിക്കാൻ കഴിയുന്നില്ല. ദൈവപ്രവൃത്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ടാണ് എസ്കേൽ 37 പറയുന്നത്, ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങളെ ശവക്കുഴി തോണ്ടി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ജീവിപ്പിച്ച് ഒരു സൈന്യമാക്കും. നിങ്ങളുടെ ശവക്കുഴി ഞാൻ തുറന്ന് പുറത്തു കൊണ്ടുവരും. യാക്കോബിന് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൂടെ? യാക്കോബിനെ ബലപ്പെടുത്തിയവൻ, യാക്കോബിന്റെ ഒപ്പം യാബോക്ക് കടവിൽ നിന്നവൻ തന്നെയാണ് ലാസറിന്റെ കല്ലറക്കൽ നിന്നവൻ. മരിച്ച് നാറ്റം വെച്ച് 4-ാം ദിവസവും പ്രതീക്ഷ പോകാൻ, 2 പെൺകുട്ടികളുടെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ ആര് സമ്മതിക്കുന്നില്ല? യേശു സമ്മതിക്കുന്നില്ല. മാർത്തയെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. യാക്കോബേ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. നിന്റെ മകൻ പറിച്ചു കീറിപ്പോയെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് ജീവൻ കൊടുത്ത് വീണ്ടും അവനെ ഉയർത്തുവാൻ എനിക്ക് കഴിയുമെന്ന് യാക്കോബ് വിശ്വസിക്കണമായിരുന്നു. ഇതാ ബെഥാനിയയിലുള്ള 2 പെൺകുട്ടികൾ വിശ്വസിക്കുന്നു. മാർത്തയും മറിയയും. 2 പെൺകുട്ടികളെ അതേ കർത്താവ് ഇറങ്ങി വന്ന് വചനം ജഡമായി തീർന്ന് ആ ബെഥാനിയയിലെ വീട്ടിൽ വന്നിട്ട് മരിച്ച് നാറ്റം വെച്ച 4-ാം ദിവസം കല്ലറയിൽ ഇരിക്കുന്ന ആങ്ങളയുടെ ജഡം ഓർത്ത് കരയുമ്പോൾ, മരണമോർത്ത് കരയുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇന്ന് ഈ വചനം ചില ഹൃദയങ്ങളെ ഒന്നുകൂടി ധൈര്യപ്പെടുത്തട്ടെ. യേശു ജീവനാണ്, വീണ്ടും തിരിച്ചെഴുന്നേൽപ്പിക്കുന്നവനാണ്. പുനരുത്ഥാനം. എവിടെയെങ്കിലും നീ തീർന്നെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പുറത്തു കൊണ്ടുവരും. എവിടെയെങ്കിലും നിന്റെ ബിസിനസ്സിൽ ഒതുങ്ങിപ്പോയോ, നീ അവിടെ നിന്ന് പുനരുത്ഥാനം ചെയ്യും. നീ ആരോഗ്യത്തിൽ തകർന്നു പോയോ, അവിടെ നിന്ന് പുനരുത്ഥാനം ചെയ്യും. നിന്റെ കുടുംബജീവിതം ശിഥിലമായോ, അവിടെ നിന്ന് ഒരു പുനരുത്ഥാനം. യേശുവിൻ്റെ മറ്റൊരു പേരാണ് പുനരുത്ഥാനം. ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. ഞാൻ പുനരുത്ഥാനമാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യാക്കോബ് സ്തംഭിച്ചു പോയി എന്നാ വായിക്കുന്നത്. ഒരു വിടുതൽ കേട്ടപ്പോൾ ആർപ്പിടാൻ അവന് കഴിയുന്നില്ല, സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ല, ആനന്ദ കണ്ണുനീർ തുടക്കാൻ. എൻ്റെ മോൻ ഉണ്ടല്ലേ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇല്ല, നീണ്ട വർഷങ്ങൾ എൻ്റെ മകൻ മരിച്ചു, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലോട്ട് ഇറങ്ങുമാറാക്കും. ഇനി എൻ്റെ മോനെ ഞാൻ പാതാളത്തിൽ ചെന്ന് കാണും, ഭൂമിയിൽ വെച്ച് കാണില്ല. ഇത് തന്നെ നെഗറ്റീവ് പറഞ്ഞ് വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത കെടുത്തി. ഇപ്പോൾ ഒരു വിടുതൽ കേട്ടിട്ട് യാക്കോബിന് സ്വോത്രം വരുന്നില്ല. കാരണം നീണ്ട വർഷങ്ങൾ
ജോസഫിനെ ദൈവം പണിത് 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 ഒരു ഉയർന്ന തലത്തിൽ എത്തിച്ചപ്പോൾ, അവനൊരു കടമ്പയിലൂടെ കടന്ന് ഉയരങ്ങളിലെത്തിയപ്പോൾ, യാക്കോബ് എല്ലാ ദിവസവും എൻ്റെ മോൻ പോയല്ലോ, എൻ്റെ മോനെ കുറിച്ച് ദൈവത്തിന് ആലോചന ഉണ്ടായല്ലോ, എന്നിട്ടും ഇങ്ങനെ പറ്റിയല്ലോ, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് യാക്കോബിൻ്റെ വർഷങ്ങൾ കളഞ്ഞു. ഇന്ന് യാക്കോബിന് പറ്റിയത് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റരുത്. അതായത് പോയി എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം വേസ്റ്റായി, എൻ്റെ ജീവിതം പാഴായി പോയി എന്ന് പറഞ്ഞ് നിന്റെ ഒരു ദിവസം പോലും നീ വേസ്റ്റാക്കി കളയരുത്. അതേ, ദൈവമാണ് ജോസഫിനെ തന്നതെങ്കിൽ ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനിയും തരും, ഇനിയും തരും. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനിയും തരും. എൻ്റെ പേര് ജോഷി ജോസഫ്, ഇനിയും എനിക്ക് കിട്ടും. ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും, ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും എന്ന് പേരിട്ട് വിളിച്ചത് പിന്നത്തേതിൽ പോയി എന്ന് പറയാൻ. ആമേൻ. യാക്കോബ് നീണ്ട വർഷങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം തന്ന ദർശനം, ദൈവം തന്ന സ്വപ്നങ്ങൾ, അതിനെ ആർക്കും ഒഴുക്കിക്കളയാൻ കഴിയില്ല. അതൊരു ദിവസം, പെട്ടെന്നൊരു ദിവസം നീ ഒരു വാർത്ത കേൾക്കും, ജോസഫ് ജീവിച്ചിരിക്കുന്നു. എല്ലാം പോയി, നീ ആരെ കുറിച്ച് പോയി, ഇനി അവൻ നന്നാകത്തില്ല, ഇനി അവൻ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് അറിയില്ല എന്ന് പറയുന്ന വിഷയം, ആ വിഷയത്തിൽ എൻ്റെ മകൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത, ആമേൻ, നീ കേൾക്കും. എൻ്റെ കുടുംബം വീണ്ടും ഉയർന്നിരിക്കുന്നു. നീ സ്തംഭിച്ചു പോകത്തക്ക രീതിയിൽ, നീ ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ, നിനക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ. അതുകൊണ്ട് പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അതുപോലത്തെ ഒരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ കാലത്ത് ചെയ്യും. കേട്ടാൽ പോലും വിശ്വസിക്കാൻ കഴിയത്ത, എനിക്ക് വേണ്ടിയോ, എന്നെ കുറിച്ച് ഇത്രയും വലിയ പ്രവചനം ഇല്ലല്ലോ. ഇല്ല എങ്കിലും നീ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. നിനക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ വീട്ടിനകത്ത് കർത്താവ് ചില കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് ചെയ്യും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ജോസഫ് ഉയർന്നു വന്നത്? അതിന്റെ കാരണം അപ്പോസ്തല പ്രവൃത്തി 7:10 എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തൻ്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. എല്ലാവരുടെ മുമ്പിൽ ദൈവം അവനെ അങ്ങോട്ട് ഉയർത്തി, എല്ലാവരുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ഫറവോന്റെ കുടുംബത്തിന്റെ അധിപതി, മിസ്രയീമിന് അധിപതി. എന്താ സംഭവിച്ചത്? ദൈവം അവനോടുകൂടെ ഇരുന്നു. ബൈബിളിൽ ഏറ്റവും മനോഹരമായ ചില വാക്കാണ്, ദാവീദിന്റെ കൂടെ ദൈവം ഇരുന്നു. ആ ദൈവം ഇമ്മാനുവേൽ എന്ന പേരിൽ നമ്മുടെ അടുക്കലേക്ക് വന്നു. ദൈവം നമ്മോട് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നമ്മോടുകൂടെ. ദൈവം ജോസഫിന്റെ കൂടെ മാത്രമാണോ? അല്ല. ദൈവം ദാവീദിന്റെ കൂടെ മാത്രമാണോ? അല്ല. ദൈവം ആരുടെ എല്ലാം കൂടെ ഇരുന്നിട്ടുണ്ടോ അവരെല്ലാം സകല സങ്കടങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ വായിച്ചത്, ദൈവം ജോസഫിനോടുകൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ചില സങ്കടങ്ങളിൽ നിന്നല്ല പുറത്തു വരാൻ പോകുന്നത്. എന്തെല്ലാം വിഷയത്തിന് സങ്കടപ്പെടുന്നുണ്ടോ, ഒരു 10,000 വിഷയമുണ്ടോ, ആ 10,000 വിഷയത്തിലും നീ പുറത്തു വരും. സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കാൻ ഒരുവൻ കൂടെ ഇരിക്കുന്നു. കൈകൾ അടിച്ചുകൊണ്ട് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി പറ, ദൈവം എന്നെ കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിച്ച് ഈ 12-ാം വർഷം
ജയോത്സവമായി നടത്തും. ആമേൻ. അതങ്ങനെ തന്നെയാണ്. എല്ലാ സങ്കടത്തിൽ നിന്നും പുറത്തു വരും. പലർക്കും പലതരത്തിലുള്ള സങ്കടമാണ്. എനിക്ക് സങ്കടമുണ്ടോ? എന്നെ കണ്ടാൽ നിങ്ങൾ വല്ലതും പറയോ? ഒരു സങ്കടമില്ലാത്തൊരു മനുഷ്യൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടോ? സങ്കടമില്ലാത്ത ആരാ ഉള്ളേ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സങ്കടമുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റിന് സങ്കടമുണ്ടോ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ആവശ്യം പോലെയുണ്ട്. എന്നാൽ എല്ലാറ്റിൽ നിന്നും വിടുതൽ കിട്ടണമെന്നൊന്നും ഉറപ്പില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു, എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഇമ്മാനുവേൽ, യേശു കൂടെയുള്ള എത്ര പേരുണ്ട്? എന്നാൽ ഉറപ്പിച്ചോ, ഈ വാക്യം അടിവരിയിട്ടോ, സകല സങ്കടത്തിൽ നിന്നും നീ പുറത്തു വരും. എന്തായാലും നീ പുറത്തു വരും. നീ പുറത്തു വന്നിരിക്കും. യേശുവിനെ സ്വീകരിച്ച, യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചില്ലേ? കർത്താവിൽ ആശ്രയിച്ചില്ലേ? യേശുവിനെ കർത്താവും രക്ഷകനുമായി. കർത്താവേ, നീയാണ് എൻ്റെ നായകൻ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് പിശാചി എന്തെല്ലാം പരിപാടി ഇട്ടാലും, ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും, നീ ആ പൗലോസ് അണലിയെ കുടഞ്ഞതുപോലെ എല്ലാ സങ്കടങ്ങളെയും നീ കുടഞ്ഞുകളയും. നിനക്ക് ജീവിതത്തിൽ അനർത്ഥം വരുത്താൻ പിശാചി വച്ചിരിക്കുന്ന എല്ലാ മരണകരമായ മാരകമായ പ്രശ്നത്തെയും നീ നിസ്സാരമായി കുടയും. കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, ഇമ്മാനുവേൽ, നിന്റെ കൂടെയുണ്ട്. കൈകളെ തട്ടിക്കൊണ്ട് യേശുവിനെ ആരാധിക്ക്. ആരാധന എന്ന് പറഞ്ഞ കുറച്ച് പാട്ട് മാത്രമല്ല, ഇതെല്ലാം ആരാധനയാണ്. എൻ്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. സകല സങ്കടത്തിൽ നിന്ന് വിടുവിച്ചു. ഏതൊക്കെയാണ് ആ വാക്യം എന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 39:3 വാക്യത്തിൽ ഒരു അകമ്പടി ഒരു കാര്യസ്ഥനായ, അല്ലെങ്കിൽ രാജ്യത്തെ ഫറവോന്റെ ഒരു മെയിനായിട്ടുള്ള ഒരാള് ഈ ജോസഫിനെ മാർക്കറ്റിൽ നിന്ന് വിലക്ക് വാങ്ങി, അടിമയെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഈ യജമാനനായ മിസ്രൈമീൻ ഈജിപ്തുകാരൻ ജോസഫിനെ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതാണ് 39:3. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കേട്ടു എന്നല്ല, കണ്ടു. തൊടുന്നതെല്ലാം ജയിക്കുന്നു. ഈ അടിമ ചെറുക്കൻ പെരക്കാത്തോട്ട് കയറി വന്നിട്ട് ഇവൻ തൊടുന്നതെല്ലാം അനുഗ്രഹമാണ്. ഇവൻ എന്തു തൊട്ടാലും സക്സസ് ആണ്. ഇവൻ ഈ വീട്ടിലോട്ട് കയറി വന്നു. ഇവൻ മാത്രമല്ല, ഇവൻ കയറി വന്നപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഇവന്റെ കൂടെ കയറി വന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു വിടുതൽ, ഇവൻ കയറി വരുന്നിടത്ത് വിടുതല. ദൈവം ഒരുത്തന്റെ കൂടെ ഉണ്ടെങ്കിൽ പോകുന്നിടം മുഴുവനും സക്സസ് ആണെന്ന്. ഹല്ലേലൂയ. അവിടെ വായിക്കുകയാണ്, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും ദൈവം സാധിപ്പിക്കുന്നു. അതായത് ദൈവത്തിന്റെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു എന്നല്ല, അവൻ എന്ത് ചെയ്താലും ദൈവം അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ എന്ത് ചെയ്താലും അതിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടാകും. അവൻ എന്ത് തൊട്ടാലും വിജയമാണ്. അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും വിജയമാണ്. അവന്റെ കയ്യിലോട്ട് ഈ യജമാനൻ ആ വീടിന്റെ മുഴുവൻ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഭക്ഷണമല്ലാതെ വേറെ ഒരു കാര്യവും ഇപ്പോൾ ആ യജമാനൻ തിരിഞ്ഞു നോക്കുന്നില്ല. ആ യജമാനൻ ജോസഫ് നിമിത്തം മഹാസമ്പന്നനായി മാറി. ആ രാജ്യത്തെ വലിയ സമ്പന്നനായി മാറി. കാരണം ദൈവം തിരഞ്ഞെടുത്ത ഒരുവൻ ആ വീട്ടിലോട്ട് കയറി ചെന്നു. നീ എവിടെ പോയാലും, നീ സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ, ജോലിക്ക് പോയാൽ, ബിസിനസ്സിന് പോയാൽ, ശുശ്രൂഷയ്ക്ക് പോയാൽ,
എവിടെ പോയാലും അവിടെ ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തൊടുന്നതെല്ലാം വിജയമായിരിക്കും. ഹല്ലേലൂയ. എവിടെ പോയാലും ഹല്ലേലൂയ. ഒരിക്കലും ഒരു മോനോട് ചോദിച്ചു, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാണ്. അപ്പൻ എന്ത് ചെയ്യുന്നു? അപ്പൻ വൈഫ് ഹൗസിലാണ്. എവിടെ പോയാലും വിജയമാണ്. എവിടെ ചെന്നാലും തൊടുന്നതെല്ലാം വൻ വിജയമാണ്. വൈഫ് ഹൗസിലാണെങ്കിലും ഹൗസ് വൈഫാണെങ്കിലും നീ തൊടുന്നതൊക്കെയും സക്സസ് ആയിരിക്കും. നീ എന്ത് തൊട്ടാലും ദൈവം കൂടെയുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, നീ എന്ത് തൊട്ടാലും വിജയമാകും. ഇന്ന് മുതൽ മാറ്റിപ്പറ. ഇപ്പുറത്ത് അപ്പൻ കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല. എന്റെ മോനെ എനിക്ക് ചത്താ മതിയടാ, നിന്നെ കാട്ടുമൃഗം കടിച്ചു കീറിയില്ലേ. മോൻ തൊടുന്നതൊക്കെ അപ്പുറത്ത് സക്സസ് ആണ്. അപ്പുറത്ത് വലിയ വിജയം നടക്കുമ്പോൾ ഇവിടെ അപ്പൻ തിന്നുന്നില്ല, കുടിക്കുന്നില്ല. എന്തുണ്ടാക്കി കൊടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ എന്തുണ്ടാക്കിയാലും ഈ അപ്പന് ഒരു രുചിയുമില്ല. കാരണം മൊത്തം കയ്പാണ്. നീ ഒരു കാര്യം ഓർത്തേക്കണം, നിന്റെ ജീവിതത്തിൽ വരുന്നതിനെ എല്ലാം ദൈവം അത്ഭുതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഇപ്പുറത്ത് നീ വെറുതെ ഇരുന്ന് കരയുകയാണ് യാക്കോബിനെ പോലെ. എന്റെ മോനെ നീ പോയല്ലോടാ. എവിടെ പോയെന്ന്? നീ ജയിക്കാനായിട്ട് ദൈവം നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ശരിയായി പിടിക്കാത്തവർ ആവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത കരച്ചിൽ, വെറുതെ കരയുക. പണ്ട് തേജസ് കുഞ്ഞായിരിക്കുമ്പോൾ അവളെവിടെയോ ഉരുണ്ടടിച്ച് വീണിട്ട് ഈ കാല് അന്ന് തേജസ് മാത്രമേ ഉള്ളൂ, മുട്ടടിച്ച് വീണു. വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പോട്ടെ സാരമില്ല എന്നൊക്കെ പറയാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടിയാണ് എൻ്റെ കാലേ എന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് ബീന എന്നോട് പറഞ്ഞ്, ഒന്നും അടുത്ത് ചെല്ലണ്ട, തന്നിരുന്ന് കരയട്ടെ, കുറച്ച് കഴിയുമ്പോൾ എന്താകും. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് കാലേതാണെന്ന് മറന്നുപോയി. എൻ്റെ കാലേ എന്ന് പറയപ്പോൾ ഞങ്ങൾക്ക് അറിയാം കാലേ. കുറച്ച് കഴിയുമ്പോൾ ഈ കാലേ പിടിച്ചിട്ട് എൻ്റെ കാലേ, ഞാൻ ആ വഴി പോയപ്പോൾ എൻ്റെ കാലേ. അപ്പോഴാണ് മനസ്സിലായത് ഇത് ചുമ്മാതാ. ഇപ്പം ഇത് തന്നെയാണ് ഈ നടക്കുന്നത്. അതായത് വെറുതെ ഒന്ന് കരയുന്നത് ഒരു ഫാഷനായിട്ട് മാറി. എൻ്റെ കാലേ. ഇതൊരു ഫാഷനായിട്ട് മാറി. കരയുക, അതായത് ചിരിക്കാൻ പാടില്ല. ചർച്ചിൽ വന്നാലും ചിരിക്കാൻ പാടില്ല. വീട്ടിലാണെങ്കിലും കുടുംബനാഥൻ അധികം ചിരിക്കാൻ പാടില്ല. ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് അമ്മമാര് പറയും, മക്കളെ അധികം ചിരിക്കല്ലേ, വലിയ കരച്ചിലുണ്ടാകും. പിന്നെ പിറ്റേന്ന് ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അധികം ചിരിക്കരുതെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ഒത്തിരി ചിരിക്കാൻ പാടില്ല. കരയുക എന്നുള്ളത് നമ്മുടെ സിനിമ പോലും നന്നായിട്ട് കരയുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കൂ. നല്ല പടമാണ്, കരഞ്ഞു ഊപ്പാട് ഇളകി എന്ന് പറയും അല്ലേ? അപ്പൊ ഈ യാക്കോബിന്റെ ചരിത്രമാണ് പലർക്കും. ഒരു വശത്ത് ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്ന് അവനെ ഉയർത്തി തൊടുന്നതെല്ലാം ജയമാക്കുമ്പോൾ, പണ്ട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവൻ ഇപ്പോൾ അതിലേക്ക് തിരിയാതെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാതെ ഇപ്പുറത്തിരുന്ന് കരഞ്ഞ് സമയം കളയുന്നു. എന്നാൽ യാക്കോബേ, നീ സ്തംഭിച്ചു പോകുന്ന ഒരു ദിവസം വരും. ഈ ജോസഫ് ഉണ്ടെന്ന് നീ അറിയുന്ന ഒരു സമയം വരും. അവൻ ഉയർന്നെന്ന് കേൾക്കുന്ന ഒരു ദിവസം വരും. ഒരു ദിവസം വരാൻ പോവുകയാണ്. നീ ജയം കാണുന്ന ഒരു ദിവസം വരും. ഓ, നിന്റെ സ്വപ്നങ്ങൾക്കപ്പുറം ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് വെറുതെ ഇരുന്ന് കരഞ്ഞ് സമയം കളയാതെ ജോസഫിനെ പോലെ ദൈവത്തോടു കൂടെ നടന്ന് തൊടുന്നതെല്ലാം ജയമാക്ക്. ജോസഫിനെ അടിമ വീട്ടിൽ പോലും അവൻ അടിമയല്ല, കയറി ചെന്നത് അടിമയാണ്. വാഴച്ചോട്ടിൽ ഇരിക്കണം, പാത്രങ്ങൾ കഴുകണം, തുണി അലക്കണം. അവിടെ നിന്ന് അവൻ കയറി ആ വീട്ടിലെ എല്ലാ താക്കോൽ കൂട്ടവും ഇപ്പോൾ ജോസഫിന്റെ കയ്യിൽ വന്നു. അവൻ അവിടെ എല്ലാവർക്കും അധിപതിയായി.
ജോസഫ് എവിടെ ചെന്നാലും. അടുത്ത വാക്യം 39:21. എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. എവിടെ ചെന്നാലും ജോസഫിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുകയാണ്. കാരണം ദൈവം ഇമ്മാനുവേൽ അവൻ്റെ കൂടെയുണ്ട്. ജോസഫിന് ശരിക്കു പറഞ്ഞാൽ ദുഃഖങ്ങൾ വരാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ ജോസഫ് അടിമയായി പോയി, പോത്തിഫറിന്റെ വീട്ടിലാണ്, ജയിലിലാണ്. എന്നാൽ ഈ വേദനകളൊന്നും ജോസഫ് അനുഭവിക്കുന്നില്ല. എന്നാൽ പട്ടുമെത്തയിൽ തലയണി വെച്ച് ചാരിയിരുന്ന് ഒരുത്തനിരുന്ന് കരയാണ് വർഷങ്ങൾ. അവന് ഒരു കുഴപ്പമില്ല. ആർക്ക്? ഈ ജോസഫിന്റെ അപ്പ യാക്കോബിന് ഒരു കുഴപ്പമില്ല. ദൈവവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായവനാ. എന്നാൽ ഇപ്പോൾ വെറുതെ ഇരുന്ന് കരയുകയാണ്. വെറുതെ ഒരു നിലയങ്കി ചേട്ടന്മാർ, ഈ മൂത്ത മക്കള് ചോരയിൽ മുക്കി കൊടുത്തതാ, ആടിന്റെ ചോരയിൽ. വെറും ഒരു കളിപ്പീര് കാര്യം കേട്ട് പിശാചിന്റെ ഒരു തട്ടിപ്പിന്റെ അകത്ത് ഇവൻ പെട്ടിട്ട് വെറുതെ ഇരുന്ന് കരയുകയാണ്. ഇപ്പുറത്തോ ജോസഫ് ജയിലിൽ പോയി. ജയിലിൽ പോയിട്ടോ ജയിൽ പ്രമാണിക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടം. എവിടെ ചെന്നാലും. ഇവിടെ ഒരിക്കൽ ഈ വോക്കൽ ട്രെയിനിങ് പഠിപ്പിക്കാനായിട്ട് ഒരു സാറ് വന്നു. അദ്ദേഹത്തിന്റെ അപ്പൻ വന്നിട്ട് യഹൂദനാണ്, അമ്മ മലയാളിയാണ്. അപ്പൊ ഈ വോക്കൽ ട്രെയിനിങ് പഠിപ്പിക്കാൻ വന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വർഷിപ്പ് ടീമിനെയൊക്കെ നന്നായിട്ട് അങ്ങനെ ശബ്ദം എടുക്കാം, അങ്ങനെ വോക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി അദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ ഒരു കടയിൽ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒന്ന് നിൽക്കണേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കൃത്യം സ്വർണ്ണക്കടയിൽ വെച്ച് കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം സാധനം എടുത്തുകൊണ്ട്, ആ സ്വർണ്ണക്കടയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയി. ഇദ്ദേഹം അവിടെ നിന്നു. ഇദ്ദേഹത്തെ പോലീസ്, ആ കടക്കാരൻ വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് പിടിച്ചു, ജയിലിൽ കൊണ്ടുപോയി. വിശ്വാസി ചെറുക്കനാ. ഇവനെ ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ ചെന്നപാടെ ഞാൻ ചോദിച്ചു, ഇടി കിട്ടിയോ? ഇല്ല. എന്നെ ഇടിക്കാനായിട്ട് എന്നെ സെല്ലിലോട്ട് വലിച്ചങ്ങോട്ട് ഇടുമ്പോൾ അവിടുത്തെ കുറെ ഗുണ്ടകൾ ഇങ്ങനെ എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് പിടിക്കാനായിട്ട് വരുമ്പോൾ, കാരണം ജയിലിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിച്ചിടുമ്പോൾ ആദ്യം ഒന്ന് പെരുമാറുന്ന പരിപാടിയൊക്കെ എനിക്കറിയില്ല, പോയവർക്കറിയാവൂ, കേട്ടിട്ടുണ്ട്. പോകാതിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇവൻ അവിടെ ചെന്ന് എൻ്റെ കർത്താവേ എന്നൊരു വിളി വിളിച്ചു. ഉള്ളിൽ പെട്ടെന്ന് ഒരു ഗുണ്ട തലവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരും അവനെ തൊടരുത്. അവൻ്റെ മുഖത്തോട്ട് നോക്കിയേ, അവനൊരു പാവം ചെറുക്കനാ, അവനൊരു നിഷ്കളങ്കനാണ്, അവൻ ഒരു ചതിയും ചെയ്തിട്ടില്ല, അവനെ ചതിച്ചതാണ്. ഒരു ഗുണ്ട പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് ഈ ഗുണ്ട തലവൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുത്തി. എന്നിട്ട് നീ എന്തിനിവിടെ വന്നു? പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു ചതിയിൽപ്പെട്ടതാണ്. നീ എന്ത് ചെയ്യുന്നു? ഞാനൊരു പാട്ടുകാരനാണ്. എന്നാൽ നീ ഒരു പാട്ട് പാട്. ഒരു പാട്ട് അങ്ങോട്ട് തുടങ്ങി. ജയിലിലുള്ള എല്ലാവരും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഒരു വലിയ ഹാളിലോട്ട് കൂടിയിട്ട് ഇവനെ കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അന്ന് ഒരു ജോലിയില്ല, തടവ് പുള്ളികൾക്ക് മൊത്തം പാട്ട് കേൾക്കലാണ്. ഇദ്ദേഹം എല്ലാ ഭാഷയിലും ഇംഗ്ലീഷ് പാടും, മലയാളം പാടും. മലയാളം അതേ അറിയില്ല, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പാട്ടുകൾ. നിന്റെ സ്വരം എത്ര സുഖമാടാ എന്ന് പറഞ്ഞ് വൈകിട്ടായപ്പോൾ ഒരു കേസുമില്ല, ആരെന്തോ ഉണ്ടെങ്കിലും ഇനി നിന്നെ ഈ ജയിലിൽ ഞങ്ങൾ കയറ്റത്തില്ലെന്നും പറഞ്ഞ് ഗുണ്ടകളും പോലീസുകാരും കൂടി ഒരുമിച്ച് നിന്ന് ഇവനെ പുറത്തു കൊണ്ടുവന്നു. അതായത് നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നീ എവിടെ പോയാലും നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല. ഇപ്പോ ജയിലിൽ ചെന്നപ്പോൾ ജോസഫിനെ അവിടത്തെ അധികാരിയാക്കിയെന്ന്. ജയിലിന്റെ അധികാരി. നോക്കിയേ 39:23. യഹോവ അവനോടുകൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും ജയിലധികാരി നോക്കിയില്ല. ജയിൽ ഇപ്പോൾ ആരുടെ കയ്യിലാ? ആ ജോസഫ് പിന്നീട് എവിടെ എത്തി? ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. ഫറവോൻ പറയാണ്, എൻ്റെ കുടുംബത്തിന് നീ അധികാരിയാകും. അടുത്തത് മിസ്രൈമിന് നീ അധികാരിയാകും. രാജാവ് മോതിരമൂരി ജോസഫിന് കൊടുത്തു.
ഉടുപ്പൂരി കൊടുക്കാഞ്ഞ ഭാഗ്യം, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു എന്ന് അവിടെ വായിക്കുന്നു. അതായത് ഒരു രാജകീയ വസ്ത്രം ആരെ ധരിപ്പിച്ചു? ജോസഫിനെ ധരിപ്പിച്ചു. അന്ന് തന്നെ ജോസഫിനെ രാജാവ് കല്യാണം ആലോചിച്ചു. അന്ന് അവന്റെ കല്യാണം നടത്തി. ഇതെല്ലാം ഒരു ദിവസം നടക്കുകയാണ്. എല്ലാം ഒരു ദിവസം. സ്വപ്നം ഉള്ളവന്റെ ജീവിതത്തിൽ എല്ലാം കൂടി 2 വർഷം കൂടുമ്പോൾ നടക്കുമെന്നല്ല, എല്ലാം കൂടി ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര തെളിവാണ് ജോസഫിന്റെ ചരിത്രം.